മാമാ മക്കളെ ഇത് അത്രയും കരിയല്ല. അതൊന്നും ഇപ്പൊ ക്ലീൻ ചെയ്യാറില്ല. പണ്ട് ബംഗാളി ചെക്ക ഉണ്ടായിരുന്ന കാലത്താണെങ്കിലേ ഇതൊക്കെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുമായിരുന്നു. അപ്പൊ ചെടിക്കൊക്കെ നല്ല പുഷ്ടി ഉണ്ടായിരുന്നു. ഇപ്പൊ ആർക്ക് നോക്കാനും സമയമില്ല. ചെടിയൊക്കെ കോലത്തിലുമായി. ഞാൻ ആലോചിക്കായിരുന്നേ ഈ ചെടിയൊക്കെ അങ്ങ് മാറ്റിയിട്ട് പുതിയ സെറ്റ് ഓഫ് ചെടികൾ കൊണ്ടുവയ്ക്കണം. ഇതൊക്കെ കണ്ട് മടുത്ത് പുതിയത് വേണം. ആ ശ്രീജയുടെ വീട്ടിൽ പോയപ്പോ നല്ലൊരു ചെടി കണ്ട ഓർമ്മയുണ്ടാ? ചെറിയൊരു മഞ്ഞ മഞ്ഞ അതിന്റെ ഒരു കമ്പ് എടുക്കണമെന്ന് വിചാരിച്ച് നടന്നില്ല. മക്കളെ ചെടിക്കൊക്കെ ഉണ്ടല്ലേ ഭയങ്കര വില. എന്തുവാടി എന്താടി തിരിച്ചോണ്ട് വരണേ? ഈ രാമങ്ങളുടെ കാര്യേ അങ്ങനൊക്കെ വന്നു തീരെ സെൻസില്ല. വെറുതെ അല്ല കേട്ടോ അവൻ നിനക്ക് എടുത്തിട്ട് കൊട്ടണം ഇടയ്ക്കിടയ്ക്ക്. ആ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരുന്നല്ലോ അടി കിട്ടും. അതെ, എനിക്ക് തരണേക്കെ ഞാൻ പലിശ സഹിതം തിരിച്ചു കൊടുക്കുന്നുണ്ട്. അയ്യോ വിചാരം എന്തോന്ന് നിനക്ക് ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കിട്ടിയില്ലെങ്കിൽ ശരിയാവൂല അല്ലേ മക്കളെ? മണി പിങ്കി എന്താ ഒന്ന് ഓടി വാ. ചിന്നു വിളിക്കുന്നു. അപ്പച്ചി വിളിക്കണ? ഓ അത് നെല്ല് ആര് കേറിയത്? ആര് കീറിയത് ഇങ്ങോട്ട്? ചേട്ടൻ പോയി തുണി കൊടുക്കുക ചേട്ടാ, ചുമ്മാ തോർത്തിട്ട് കിടക്കാതെ. ഉള്ളതല്ല വെട്ടിയാണെങ്കിൽ കളഞ്ഞിട്ട് ഇപ്പം ഞാൻ തോർത്തോട് നടക്കണം. ഞാനാ വെട്ടിയത്. ഇതിനെ വിളിച്ചേ നോക്കി ചേച്ചി, നോക്കി വെച്ചേ കാണിച്ചു തരാം ഞാൻ. ഇത് നോക്കാടത്തി കണ്ട? നോക്ക് 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 ഇത് നോക്ക് കണ്ട? അത് എല്ലാ നിക്കറുടെ ഒരേ സ്ഥാനത്ത് കീറിയിരിക്കുന്നത്. കറക്റ്റ് മൂലസ്ഥാനം എന്ന് പറയുന്നതാണ്. എവിടെ കൊണ്ട് കീറിയേ? ഇത് കിട്ടുകൊണ്ട് എന്തുവായിരുന്നു? എങ്ങനെ സംഭവിച്ചടാ? ചേട്ടാ എനിക്ക് തോന്നുന്നു ചേട്ടാ ഓരോ പ്രാവശ്യം നിൽക്കുമ്പോ ചേട്ടൻ വീഴണുണ്ട് താഴെ, അപ്പൊ കൊണ്ട് കീറണയാണ്. വീഴക്കൊക്കെ എനിക്ക് മനസ്സിലായി. ഇതാര് കീറിയെന്ന് എനിക്കറിയണ്ട, പക്ഷെ ഞാൻ കണ്ടുപിടിക്കും. കത്തിണ്ട്. ആ ഇങ്ങനെയൊക്കെ തന്നെ കീറണത് കണ്ട? എവിടെയെല്ലാം കൊണ്ടിട്ടാണ് കണ്ട? ഇപ്പൊ തന്നെ കണ്ടോ? ഏത് കാല്? ആർക്കും അറിഞ്ഞൂടല്ലോ അല്ലേ? നമുക്ക് എങ്ങനെ അറിയാടാ നിന്റെ ഇത് കയറിയത്? നമുക്കങ്ങ് ആർക്കും അറിഞ്ഞൂടാ. പുതിയ നിക്കർ വാങ്ങിക്കാനുള്ള അടവ് കേട്ടോ. എത്ര എണ്ണം നശിപ്പിച്ചു വെച്ചേക്കണം നോക്ക്. സത്യം നോക്കണം. ഞാൻ ചെയ്തതല്ല, പിന്നെ ഒരുമാതിരി കള്ളന്മാരെ നോക്കണാണ്. എനിക്കറിയൂടാ, എനിക്ക് തന്നെ പണി. അല്ല വേണ്ട, ഇവിടെ ഇത് നോക്കിക്കൊണ്ടിരിക്കണോടാ അങ്ങോട്ട്. വിളഞ്ഞതൊക്കെ മുകളിലോട്ടാണ് നിക്കണത്. മോള് കയറണോ? ഓ പറ്റെങ്കിൽ കേറ്, വലിഞ്ഞു കേറ്, അതാണല്ലോ ഇഷ്ടം. അല്ല വേണ്ട, കിട്ടണില്ല. അയില്ലേ മാമാ കുറച്ച്? മതിയായിരിക്കും. ഓ മതി മതി മാമാ. മതിയാ? ഓ അത്ര മീനല്ലേ ഉള്ളൂ. ആ ധാരാളം. ആ ഇതങ്ങോട്ട് ചതച്ച് ഉപ്പും ചേർത്ത് പിടിപ്പിച്ച് ഒരു പൊഴിക്കലുണ്ട് മക്കളെ. ചേട്ടത്തി അറിയാമോ, എന്റെ 5 നിക്കറാണ് കീറിയത്. കീറിയവൻ ഏതവനാണെങ്കിലും ഞാൻ അങ്ങനെ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. എന്തൊരു ഒന്നും അറിഞ്ഞൂടല്ലേ ഡാഡി? നീ എന്താ നോക്കി ചെറങ്ങണത്? ഡാഡി ഡാഡി എന്ന് വിളിച്ചപ്പോഴേ തീരെ ഡാഡി ഗിരിജാവല്ലേ. ചേട്ടത്തി ഒന്നും അറിഞ്ഞൂടാ കേട്ടാ. യേശുക്രിസ്തുവിന്റെ അവസ്ഥയാണ് ചേട്ടത്തീരെ. ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ആരാണ് നിക്കർ കീറിയെന്ന് ചോടനെ ചെന്ന് പറഞ്ഞേക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. ഈ വീട്ടിൽ എനിക്ക് നിന്നെ മാത്രമേ സംശയമുള്ളൂ. എന്നെയാ? ഞാൻ അമ്മാതിരി പരിപാടി ഒന്നും കാണിക്കില്ല. അയ്യേ, അമ്മാരി പരിപാടി ആയതുകൊണ്ടാണ് നിന്നെ സംശയം വന്നത്. കൊള്ളാമോ? പെറ്റ തള്ളാക്കി പോലെ എന്റെ വിശ്വാസമില്ല, പിന്നെ നാട്ടുകാർ വിശ്വസിക്കും. എന്റെ കയ്യിരിപ്പതല്ലേ? അതാണ്. എനിക്ക് അങ്ങനെ തന്നെ വരണം. ഇനി വെട്ടാൻ വരട്ട്. ഒരു പരിപാടിയുണ്ട്, അങ്ങോട്ട് കയറിപ്പോ അവിടെ ഇരിക്കും. ഇനി അറിയല്ല ആരാണ് പെട്ടെന്ന്.
എവിടെന്നാ കാണും? ഏയ് ഇത് രാമന്റെ നിക്കറല്ലേ? ഇത് മുറിച്ചിട്ടതാണോ? ഇല്ലല്ലോ, കുഴപ്പമൊന്നുമില്ല. അയ്യോ, ചേട്ടത്തി ആവാൻ ചാൻസ് ഇല്ല. എനിക്ക് ആ ഉണ്ട പിങ്കിയാണ് സംശയം. എടി ചേട്ടനെ കണ്ടായിരുന്നു? മോളോട്ടോടെ കയറി പോണുണ്ട്. ആ ഇത് ഇവിടെ പറക്കി പറക്കി ഇരിക്കണമെന്നുള്ളൂ. ഞാൻ ഏൽപ്പിച്ച് പോയ ജോലി ചെയ്യത്തൂല്ല രണ്ടെണ്ണവും കൂടി. ഞാൻ ചേട്ടനുണ്ട്, ഇവളാണ് ചെയ്യാത്തത്. അയ്യാ, അതെ, ഞാൻ ചെന്നപ്പോ രാമന്റെ 2 ഷോർട്സോടെ നനച്ചിട്ടേക്കുന്ന, അതിന് ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ അതാരായിരിക്കും ചെയ്തത്? നിങ്ങൾ ആരെങ്കിലും ആണോ? സത്യം പറ. നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ പോയി സോറി പറയണം കേട്ടോ, ഇതൊന്നും ശരിയല്ല. ഞങ്ങളൊന്നുമില്ല. ഞാൻ വരെ നിക്കറുകൾ, നമുക്ക് വേറെ പണിയൊന്നും. അത് തന്നെ, മണി എന്തോന്ന് വിചാരിച്ചു. സീരിയസ് കാര്യങ്ങൾ ഇവിടെ എന്തൊക്കെ ചെയ്യാൻ നിക്കർ കീറാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. എന്തോ ചേച്ചി എനിക്കറിഞ്ഞൂടാ, ഇവിടെ വേറെ ആര് ചെയ്യാതിരിക്കുന്നത്. അയ്യോ, ഇപ്പൊ കണ്ണി തേച്ചനെ ഞാൻ. നന്നായിപ്പോയി. കോൺസെൻട്രേഷൻ പോകും.